ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെലു സ്പൈസി കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കൂട്ടുകറിയാണ്. കൂട്ടുകറി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. 2 കപ്പ് തേങ്ങ ചിരകിയത്, 1 കപ്പ് ചേന, 1 കപ്പ് വെള്ളരി, 1/4 കപ്പ് പച്ചക്കായ, കടല 125 ഗ്രാം, ഉഴുന്ന് 1 ടീസ്പൂൺ, ചെറിയ ജീരകം, വറ്റൽമുളക്, ശർക്കര, കടുക്, കുരുമുളക് പൊടിച്ചത്, കറിവേപ്പില. കൂട്ടുകറി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 1/2 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് കുതിർക്കാൻ ഇടണം. ഏകദേശം 8 മണിക്കൂർ നേരം ഇത് വെള്ളത്തിൽ ഇട്ട് കുതിർത്തെടുക്കണം. നല്ല ചൂടുള്ള വെള്ളത്തിലാണ് ഇടുന്നതെങ്കിൽ 4 മണിക്കൂർ കുതിർത്താൽ മതിയാകും. അങ്ങനെ കുതിർത്തെടുത്ത കടല ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, ഉപ്പ് 1/2 സ്പൂൺ, 1 കപ്പ് വെള്ളം. ഇനി പ്രഷർ കുക്കർ അടയ്ക്കുക. പിന്നീട് സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് വിസിലിന് ശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നീടുള്ള 3 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് പ്രഷർ സെറ്റിൽ ആവുന്നത് വരെ ഏകദേശം 15 മിനിറ്റ് കുക്കർ ഓപ്പൺ ചെയ്യാതെ മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് കൂട്ടുകറിക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം. ആദ്യമായിട്ട് പാനിലേക്ക് പച്ചക്കായ കട്ട് ചെയ്തത് 1 കപ്പ്, ചേന കട്ട് ചെയ്തത് 1 കപ്പ്, വെള്ളരിക്ക കട്ട് ചെയ്തത് 1 കപ്പ്, അല്പം കറിവേപ്പില, ഉപ്പ് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. അതോടൊപ്പം തന്നെ 1 കപ്പ് വെള്ളം. ഇനി എല്ലാം ഒന്ന് യോജിപ്പിക്കുക. പിന്നീട് പാൻ അടച്ച ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ തിളക്കാൻ തുടങ്ങുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ കുറച്ചു വെച്ച് വെജിറ്റബിൾസ് എല്ലാം നന്നായി വേവുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. നമ്മൾ ചേർത്ത വെജിറ്റബിൾസിൽ ചേന വേവാനാണ് കൂടുതൽ സമയം എടുക്കുന്നത്. ചേന വെന്താൽ ബാക്കിയെല്ലാം വെന്തു എന്ന് മനസ്സിലാക്കാം. ഏകദേശം 15 മിനിറ്റാണ് ഇത് വേവാൻ ആവശ്യമുള്ളത്. കഷ്ണത്തിൻ്റെ വലിപ്പം അനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരാം. അതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നതും നല്ലതാണ്. വെജിറ്റബിൾ വേവുന്ന സമയം നമുക്ക് അല്പം തേങ്ങ വറുത്തെടുക്കാം. അതിനായി ഒരു പാനോ കടായിയോ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ 3 സ്പൂൺ ചേർക്കുക. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് എല്ലാം പൊട്ടി കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. പിന്നീട് ഇതിലേക്ക് ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി ഉഴുന്ന് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഉഴുന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക. ഇനി ഉണക്കമുളക് 3 എണ്ണം ചേർക്കുക. ഇനി അല്പം കറിവേപ്പില ചേർക്കാം. ഉടനെ തന്നെ 2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കുക. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് ഇളക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്യാൻ. ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 1/3 ഭാഗം കോരിയെടുക്കുക. ഇങ്ങനെ പാനിൽ നിന്നും കോരിയെടുത്ത 1/3 ഭാഗം തേങ്ങ അല്പം വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ബാലൻസ് ഉള്ള തേങ്ങ അല്പം കൂടി ബ്രൗൺ കളർ ആകുന്നത് വരെ വീണ്ടും റോസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള പരുവം ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക.
അതിനുശേഷം ഉടൻ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർക്കുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മാറ്റി വയ്ക്കുക. ഈ സമയം നമ്മൾ വേവിക്കാൻ വെച്ച വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചേന വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ തീ കൂട്ടി വെച്ച് വറ്റിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല വെള്ളത്തോടൊപ്പം ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം ശർക്കര പൊടിച്ചത് 2 സ്പൂൺ ചേർക്കുക. അതിനുശേഷം നമ്മൾ വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി തീ കൂട്ടി വെച്ച ശേഷം എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ വെള്ളം ഒന്ന് അല്പം വറ്റുന്നതിനായിട്ട് 3 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കുക. ഇതിപ്പോൾ വെള്ളം അല്പം ഒന്ന് വറ്റി കുറുകിയിട്ടുണ്ട്. ഈ പരുവത്തിലാണ് വെള്ളം വറ്റിക്കേണ്ടത്. ഇനി ഇതിലേക്ക് വറുത്ത തേങ്ങ ചേർക്കുക. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ അവസരത്തിൽ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. കൂട്ടുകറി റെഡിയായിട്ടുണ്ട്. ഇതുപോലെ അല്പം കുഴഞ്ഞ് വേണം ഇരിക്കാൻ. ചൂട് കുറഞ്ഞു വരുമ്പോൾ ഇത് അല്പം കൂടി കട്ടിയാവും. അപ്പോൾ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കൂട്ടുകറിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.